നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. വടക്കാഞ്ചേരി നഗരസഭയിലെ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാരിൽ വേറിട്ട വ്യക്തിത്വമായി അത്താണി കൗൺസിലർ സേവ്യർ മണ്ടുംപാല. ഭൂമിയും വീടുമില്ലാത്ത നിർധന കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് നിർമ്മിക്കാൻ 30 സെന്റ് ഭൂമി നഗരസഭയ്ക്ക് കൈമാറി കൗൺസിലർ. CPI മുണ്ടത്തിക്കോട് ലോക്കൽ സെക്രട്ടറിക്ക് അഭിനന്ദന പ്രവാഹം. മിണാലൂർ വടക്കേക്കരയിലെ ഭൂമിയുടെ ആധാരം അത്താണി വ്യാകുലമാതാ പള്ളി വികാരി ഫാദർ ഇട്ടിയച്ചൻ കുരിശ്ശേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രനെ കൈമാറി. കേരളം ചൂടിന്റെ അതികാഠിന്യത്തിലേക്ക് ചുട്ടുപൊള്ളുന്നു നാടിനെ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ദ്വിദിനം 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. തൃശൂരടക്കം 6 ജില്ലകളിൽ ബുധനാഴ്ച താപനില 37 ഡിഗ്രി സെൽഷ്യസിലെത്തും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റേതാണ് അതീവ ജാഗ്രതാ മുന്നറിയിപ്പ്. കാത്തുകാത്തിരുന്ന ഉത്രാളിപ്പൂരത്തിന്റെ വിസ്മയ കാഴ്ചകളിൽ മതിമറന്ന് ഉത്സവ കേരളം. എന്തൊരു ചന്തം വടക്കാഞ്ചേരി സമ്മാനിച്ച മനോഹര നിമിഷങ്ങളെന്ന് ഉത്സവത്തെ പ്രണയിക്കുന്നവർ. വാദ്യമേള ഘോഷങ്ങളുടെ ആവേശ കൊടുമുടിയേറിയ ജനതയ്ക്ക് 33 കരിവീരന്മാർ ഉപഹാരമായി നൽകിയത് പ്രൗഢിയുടെ ഗോപുരം. ഉത്രാളിപ്പാടത്ത് സുന്ദര ചന്തമായി കൂട്ടിയെഴുന്നള്ളിപ്പ്. വടക്കാഞ്ചേരി ദേശം കരുമരക്കാട് ശിവക്ഷേത്ര നടപ്പുരയിലും കുമരനെല്ലൂർ രംഗക്കാട് ദേശങ്ങൾ ഉത്രാളി സന്നിധിയിലും വാദ്യത്തിന്റെ മാസ്മരികതയുടെ ആഹ്ലാദം മേളം തീർത്തു. പൂരചരിത്ര ചെപ്പിലൊളിക്കുക ബുധനാഴ്ച ഉച്ചയോടെ. റവന്യൂ ദിനാഘോഷം. മികച്ച കളക്ടറേറ്റിനുള്ള റവന്യൂ പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഏറ്റുവാങ്ങി കളക്ടർ അർജുൻ പാണ്ഡ്യൻ. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ വെച്ചായിരുന്നു പുരസ്കാരദാനം. വിവിധ റവന്യൂ ജില്ലാ ഭരണ നിർവഹണ സൂചികകളിലെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് ജില്ലാ ഭരണകൂടത്തിന് പുരസ്കാരം ലഭിച്ചത്. ഉത്രാളിപ്പൂരത്തിന് കരുതലിന്റെ കരമൊരുക്കി ജീവൻ രക്ഷയുടെ ദൂതന്മാർ. 5 ബ്രാഞ്ചുകളിലെ ആക്സ് വളണ്ടിയർമാർ. പൂരദിനത്തിലും മികവിന്റെ കൂട്ടുകാരായി ആക്സിഡന്റ് കെയർ ആൻഡ് ട്രാൻസ്പോർട്ട് സർവീസ്. പരിശീലനം ലഭിച്ച 3 വനിതാ വളണ്ടിയർമാർ ഉൾപ്പെടെ 100 അംഗ സംഘം ഉത്രാളിക്കാവിൽ അർപ്പണ സേവനം ആരംഭിച്ചു. 2 ആംബുലൻസുകളോടൊപ്പം സ്ട്രെച്ചർ യൂണിറ്റും ഉത്രാളിക്കാവിൽ. വളണ്ടിയർ സംഗമം സിനിമാ താരം നിയാസ് ബക്കർ ഉദ്ഘാടനം ചെയ്തു. ആംബുലൻസുകളുടെ ഫ്ളാഗ് ഓഫ് വടക്കാഞ്ചേരി കൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് തരകൻ നിർവഹിച്ചു. കരിവരക്കാട് ശിവക്ഷേത്ര നടപ്പുരയിൽ പഞ്ചവാദ്യം കാണാനെത്തുന്നവർക്ക് ദാഹജലമൊരുക്കുന്ന വടക്കാഞ്ചേരിയിലെ കുടുംബത്തിന്റെ സേവനം നൂറ്റാണ്ടിന്റെ നിറവിൽ. ഉത്രാളി പൂരദിനത്തിൽ വടക്കാഞ്ചേരി ചാലിക്കുന്നിൽ വന്നഗ്നിബാധ. ഏക്കർ കണക്കിന് സ്ഥലത്തെ അടിക്കാടുകൾ ചെറുമരങ്ങൾ കത്തിനശിച്ചത് പരിഭ്രാന്തിയായി. പുകപടലങ്ങളിൽ നിറഞ്ഞ് വടക്കാഞ്ചേരി നഗരം.
ജനവാസ മേഖലയിലേക്ക് തീ പടരാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി. വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഉദ്യോഗസ്ഥർ അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കിയത് മണിക്കൂറുകൾ നീണ്ട പ്രവർത്തനത്തിനൊടുവിൽ. ആശാവർക്കർമാരോടുള്ള സംസ്ഥാന സർക്കാർ അവഗണനയ്ക്കും ദ്രോഹ നിലപാടുകൾക്കുമെതിരെ പ്രതിഷേധം കനക്കുന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇനിയുമേറെ കാത്തിരിക്കണം. കരുത്തുറ്റ പിന്തുണയുമായി കോൺഗ്രസ് രംഗത്ത്. INTUCയുടെ നേതൃത്വത്തിലുള്ള കേരള പ്രദേശ് ആശാവർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭിക്ഷാടനം നടത്തി സമരം. ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനങ്ങൾ നടത്തി. മുളങ്ങുന്നത്തുകാവ് മണ്ഡലത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപും മുണ്ടത്തിക്കോട് DCC സെക്രട്ടറി ജിജോ കുര്യനും ഉദ്ഘാടനം ചെയ്തു. വളർത്തുമൃഗങ്ങൾക്കുള്ള ചികിത്സാ രീതിയിൽ ഹോമിയോപ്പതി ചികിത്സ കൂടി ഉൾപ്പെടുത്തണമെന്ന് ഗോട്ട് ആൻഡ് കൗ ലവേഴ്സ് അസോസിയേഷൻ സംഘടനയുടെ കൂട്ടായ്മയുടെ കരുത്തായി വാർഷിക സമ്മേളനം. വെറ്ററിനറി സർജൻ ഡോക്ടർ CK സിൽവൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. മന്നത്ത് പത്മനാഭന്റെ 55ാമത് ചരമവാർഷിക ദിനത്തിൽ നാടെങ്ങും സമുദായ ആചാര്യന് പ്രണാമപ്പൂക്കൾ. ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന. NSS രൂപീകരണ വേളയിൽ ചൊല്ലിയ പ്രതിജ്ഞ ഏറ്റുചൊല്ലി ഉപവാസ സമാപനം. തലപ്പിള്ളി താലൂക്ക് യൂണിയനിൽ അഡ്വക്കേറ്റ് P ഋഷികേശ് ഭദ്രദീപം തെളിയിച്ചു. സെക്രട്ടറി S ശ്രീകുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പ്. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ മാന്തോപ്പ് വാർഡിൽ LDFന് വിജയം. ഇടത് സ്ഥാനാർത്ഥി ഷഹർബാൻ വിജയിച്ചത് 48 വോട്ടിന്. കോൺഗ്രസ് 3ാം സ്ഥാനത്ത് 289 വോട്ട് നേടി. BJP സ്ഥാനാർത്ഥി വിനീത ഷിബി 2ാം സ്ഥാനത്ത്. കോൺഗ്രസിലെ സിജി ഗീവറിന് ലഭിച്ചത് 268 വോട്ട്.